ചെറിയ ചെറിയ ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ പശു ഉമ്മയ്ക്കാവുന്നതാണ് എനിക്ക് ഓർമ്മയുള്ള സീൻ. ഒരു ഫാം പോലത്തെ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അവളോട് സംസാരിക്കുന്നുണ്ട്, കുറച്ച് ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു അലർച്ച. അപ്പൊ നോക്കിയപ്പോ ഒരു പശുവിന്റെ മുഖം ഇങ്ങനെ അടുത്ത് മുന്നോട്ട് വന്നു. ഞാനും ഉണ്ണിയും മുകുന്ദനും ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് ലവ് 24/7 എന്ന സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ 3 പേരും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ്. ആശീർവാദ് സിനിമാസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഉണ്ണിയുടെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു പോകുന്ന ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കുമ്പോൾ ഒരു മെയിലിനുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല പേരുള്ള ഒരു ഡോക്ടറാണെങ്കിൽ മാത്രമേ ഒരു മെയിൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുള്ളൂ. അതർവൈസ് ഫീമെയിൽ ഡോക്ടറെ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു സ്റ്റിഗ്മ ഉണ്ട് അതിന്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരാളാണ് ഉണ്ണി. അത് ശരിയാണല്ലോ. ആരും ശ്രദ്ധിക്കാത്തൊരു ഏജ് റിവേഴ്സ് ചെയ്യാറാണ്. റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. ഹലോ എവരിവൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. സോ ഏറ്റവും പുതിയതായിട്ട് റിലീസ് ആവാൻ പോകുന്ന ഗെറ്റ് സെറ്റ് ബേബിയുടെ വിശേഷം നമ്മുടെ ഹോൾ ക്രൂ മെമ്പേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ക്രൂ മെമ്പേഴ്സിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു സുന്ദരിയായ നടി നമുക്ക് കൂടെ ഉണ്ട്. ഒരാളല്ല, രണ്ടുപേരും. അപ്പൊ എനിക്ക് മാത്രം സൗന്ദര്യമില്ലാണ്ടായി പോയി. പെൺകുട്ടികൾ അല്ല, സുന്ദരിമാരൊക്കെ സുന്ദരിമാർ അങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് രണ്ട് സുന്ദരിമാർ ഇവിടെ ഉണ്ട്. നമുക്ക് ആദ്യം ബിഗിനിലേക്ക് പോവാം. ഐശ്വര്യ കാണാൻ നല്ല ഭംഗിയുണ്ട്. സത്യം പറയാം, നല്ല രസമായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പൊ നമ്മള് 3 പേരും ഇവിടെ നല്ല അടിപൊളിയായിട്ട് പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ 21-ാം തീയതി നമ്മുടെ റിലീസാണ്, ഗെറ്റ് സെറ്റ് ബേബിയുടെ റിലീസാണ്. സോ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്, അതുപോലെ നിങ്ങളും എക്സൈറ്റഡ് ആണ്. എന്താണ് പറയൂ, സിനിമയെ കുറിച്ച് പറയൂ. ഗെറ്റ് സെറ്റ് ബേബി എന്നാണ് ഞങ്ങളുടെ സിനിമയുടെ പേര്. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ സ്കന്ത സിനിമാസിൻ്റെയും കിങ്സ്മെൻ പ്രൊഡക്ഷൻ്റെയും ഫസ്റ്റ് പ്രൊഡക്ഷൻ വെഞ്ചറാണ് ഗെറ്റ് സെറ്റ് ബേബി. ഞാനും ഉണ്ണിയും മുകുന്ദനും ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. ലവ് 24/7 എന്ന സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ 3 പേരും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ്. ആശീർവാദ് സിനിമാസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഒരുപാട് വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ ഇതിന്റെ പുറകിലുണ്ട്. ഫാസ്റ്റ് ഫിലിംസ് ആണ് ദുബായിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു ക്രൂ ആണെന്ന് തോന്നുന്നു. ആക്ടേഴ്സിന്റെ ഒരു കൂട്ടായ്മയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു സിനിമയെ പറയാം അല്ലെ. കുറേ ആക്ടേഴ്സ് ഉള്ള ഇതിൽ പകുതി പേരെ പ്രൊമോഷൻ വരെ വന്നിട്ടുള്ളൂ. അത്രയധികം ആക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സിനിമ ഗെറ്റ് സെറ്റ് ബേബി ഒരു ബേബിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. എന്താണ് ഒരു കോമഡി ചെയ്യാനാണോ അതോ എങ്ങനെയാണ് ഈ ഒരു ഫിലിമിന്റെ? ഒരു ബ്രീസി ഫാമിലി എന്റർടൈനർ സോണിൽ വരുന്ന സിനിമയാണ്. പറഞ്ഞതുപോലെ ഉണ്ണിയുടെ ക്യാരക്ടർ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഉണ്ണിയുടെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു പോകുന്ന ഉണ്ണിയുടെ ലൈഫിൽ ഉണ്ണി ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കുമ്പോൾ ഒരു മെയിലിനുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട്. പൊതുവെ ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ സ്ത്രീകളാണല്ലോ കാണിക്കാൻ. സ്ത്രീകൾ പേഷ്യൻസ് വരില്ല, മെയിൽ ഡോക്ടേഴ്സിന് പ്രിഫർ ചെയ്യില്ല ജനറലി. 2 ഡോക്ടേഴ്സ് ഉണ്ട് ഒരു ക്ലിനിക്കിലുണ്ട് എന്ന് പറയുമ്പോൾ നല്ല പേരുള്ളൊരു ഡോക്ടറാണെങ്കിൽ മാത്രമേ ഒരു മെയിൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുള്ളൂ. അതർവൈസ് ഫീമെയിൽ ഡോക്ടറെ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു സ്റ്റിഗ്മ ഉണ്ട് അതിന്. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരാളാണ് ഉണ്ണി. ഉണ്ണിയുടെ ഗ്രോത്ത്, ഉണ്ണിയുടെ ലൈഫിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾ, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് ഞങ്ങളെല്ലാവരും പ്ലേ ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ ഷിംല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സോമന്റെ പിതാവിന്റെ ക്യാരക്ടർ. ആണോ? താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും നേരിട്ട് കാണാൻ പറ്റുന്ന സന്തോഷം. അപ്പൊ എന്തായാലും ഇതിലേക്ക് വരുമ്പോൾ ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ക്യാരക്ടറിന്റെ? ഇതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഐഷ എന്നാണ്. ഐഷ സ്വാതി എന്നാണ് നിഖിലയുടെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. പിന്നീട് ഉണ്ണി ഒരു ഗൈനക്കോളജിസ്റ്റാണ്. അപ്പം എനിക്ക് ഉണ്ണീൻ്റെ അടുത്ത് മീറ്റ് ചെയ്യേണ്ടയും ഒക്കെ ഒരാവശ്യം വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ. എൻ്റെ പേരായിട്ട് വരുന്നത് ചെമ്പൻചേട്ടനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ നിഖിലയുടെ കൂടെ വീണ്ടും വർക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു ഒരു 9 ഇയേഴ്സ് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് പിന്നെ ഫങ്ഷൻസിലൊക്കെ വെച്ച് ജസ്റ്റ് കാണാറുണ്ടെന്ന് ഒഴിച്ചാൽ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തത്. അതേപോലെ നമ്മൾ ചില സൗഹൃദങ്ങളില്ലേ, കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോഴും അന്നത്തെ അതേ ഒരു സ്ട്രെങ്ത്, അതേപോലെ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഞങ്ങൾ വീണ്ടും, അതായത് ഒരുപാട് കാലത്തൊരു ഗ്യാപ്പൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല വീണ്ടും സംസാരിച്ച സമയത്ത്.
അപ്പോൾ അങ്ങനെ ഭയങ്കര രസകരമായിട്ട് പോയൊരു ഷൂട്ടായിരുന്നു. അപ്പോൾ വിനയാണ് നമ്മുടെ ഡയറക്ടർ. അപ്പോൾ വിനയ് ബേസിക്കലി നമുക്ക് നമ്മളോടൊരു കണ്ടന്റ് പറഞ്ഞ് നിങ്ങളുടെ ഒരു രീതിക്ക് അത് ചെയ്യൂ, എങ്ങനെയാണോ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു അങ്ങനെ പറയുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ശരിക്കും നമ്മുടെ കോ ആർട്ടിസ്റ്റ് നമുക്ക് കംഫർട്ടബിൾ ആയ ഒരാളാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര രസകരമായിട്ട് പോയൊരു ഷൂട്ടായിരുന്നു ഇത്. നേരത്തെ ദിനേശ് ടേം പറഞ്ഞ ആക്ടർ ഫ്രണ്ട്ലി ഡയറക്ടർ എന്ന് പറഞ്ഞു. ആക്ച്വലി വിനയ് ഈസ് എ വെരി ആക്ടർ ഫ്രണ്ട്ലി ഡയറക്ടർ അല്ലേ? ശരി, ഇനി ചേട്ടനിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു ഞാൻ മീശമാധവൻ തൊട്ട് ചേട്ടനെ കാണി ഇങ്ങനെ തന്നെ ഇരിക്കണേ. അത് ശരിയാണല്ലോ, ഒരു മാറ്റവും ഇല്ല. നേരത്തെ ഹൈദരാബാദിനെ പറ്റി പറഞ്ഞപ്പോ നിങ്ങളെ പറയാൻ വിട്ടുപോയി. ആരും ശ്രദ്ധിക്കാത്ത ഒരു ഏജന്റ് റിവേഴ്സ് ഗിയർ ആണ്. സാധാരണ നമ്മൾ കുറച്ച് പറയുന്ന പേരുകളുണ്ടല്ലോ പൊതുവെ, പക്ഷെ അതേ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് എങ്ങനെയാണ്? അത് ഞങ്ങൾ ഒരുമിച്ച് ആക്ടിങ് തുടങ്ങിയ ആളെ ഞാനും പ്രശാന്ത് അലക്സാണ്ടറും. അപ്പോൾ പ്രശാന്ത് അലക്സാണ്ടർ ഇപ്പോൾ അച്ഛൻ വേഷങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പം ഞാൻ പറയും, എന്നെ എന്താണ് ഇവരെ അച്ഛൻ വേഷം ചെയ്യാൻ വിളിക്കാതെ, നായികയുടെ അച്ഛൻ വിളിക്കാത്ത, എന്നെ ഇപ്പോഴും കൂട്ടുകാരനും ഒക്കെ ആയിട്ടാണ് വിളിക്കുന്നുള്ളൂ. അപ്പോൾ മറ്റേ സ്ക്രീനിൽ ഏജ് തോന്നിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ അതാണോ നിങ്ങളുടെ പ്രശ്നം? ജോണി ചേട്ടൻ മുമ്പ് പറയുന്ന കേട്ടില്ലേ, അച്ഛനായിട്ട് വേറെ കുറെ പേര് വന്നപ്പോ പ്രശ്നമായെന്ന് പറഞ്ഞ പോലെ ഈ ഒരു അച്ഛൻ അമ്മാവൻ ലെവലിലേക്ക് സ്ക്രീനിൽ കയറ്റിയാലാണ് പിന്നെ ആ റൂട്ടിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ബോക്സിനകത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും വിചാരിച്ചു, ഓക്കെ എങ്ങനെയാണ് ഇത് നമുക്ക് എത്രത്തോളം പറ്റുന്നതാണ്. അപ്പോ ബൈ ദ ബൈ ഞാൻ വിഷയത്തിൽ തെന്നി മാറി ചോദ്യം. ഗെറ്റ്സ് ആൻഡ് ബേബി ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് അവർ സിനിമയിലേക്ക് വിളിക്കണം നിർബന്ധമൊന്നുമില്ല. അവർക്ക് ഈ ക്യാരക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തോന്നി വിളിച്ചു. ഉണ്ണി മുകുന്ദൻ അവതരിപ്പിക്കുന്ന ഡോക്ടർ അർജുൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ജോസഫ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ മാനേജറിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ ഒരു വലിയ ഹോസ്പിറ്റലാകുമ്പോൾ കുറേ പ്രശ്നങ്ങൾ എപ്പോഴും മൗണ്ടാവും. എങ്ങനെയെങ്കിലുമൊക്കെ ഉള്ള പലതരത്തിലുള്ള ആളുകൾ വരുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഈ ജോസഫ്. അപ്പോൾ പുള്ളിയുടേതായ രീതിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യും. അപ്പോൾ കുറച്ചൊരു ലൈറ്റ് ഹ്യൂമർ ടച്ച് വരുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ പടം ഒരു ഫാമിലി ഇമോഷണലി പറഞ്ഞ ഒരു ബ്രീസി ഫീൽ ഗുഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ജോണറിൽ പെടുന്ന ഒരു മൂവിയാണ്. പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ പോസ്റ്ററിലേക്ക് നോക്കി ഉണ്ണി മുകുന്ദൻ്റെ ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന ഒരു മോസ്റ്റ് വയലൻറ്റ് മൂവി ഇന്ത്യക്ക് ശേഷം വരുന്ന ഒരു മൂവിയാണിത്. അപ്പോൾ ടോട്ടലി ഓപ്പോസിറ്റാണിത്. ഇത് കൊച്ചുകുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായ ആളുകൾക്ക് വരെ വന്നിരുന്ന് ധൈര്യമായിട്ട് കാണാനും എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു സംഭവമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനെ ആ വിഷയത്തിനെ കൂടുതൽ എന്താ പറയുക, ഇത് ചെയ്ത് കാണിക്കാതെ ഒരു ഫാമിലീസിലേക്കും നമ്മുടെ സൊസൈറ്റിയിലേക്കും ഈ പ്രശ്നം എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പടത്തിലൂടെ പറയുന്നത്. അത് ഓഫ്കോഴ്സ് മനുഷ്യരുടെ ഇമോഷനിലൂടെയാണ് അത് കടന്നു പോകുന്നത്. പറഞ്ഞ പോലെ ഗെറ്റ്സ് ആൻഡ് ബേബിയിൽ നിരവധി പ്രമുഖരായ ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്കൊന്നും പ്രൊമോഷൻ വരാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ അവരെല്ലാവരും റെപ്രസെന്റ് വന്നിരിക്കുന്നത്. 24 പടം റിലീസാവുമ്പോൾ ഈ പറഞ്ഞ മാതിരി അവരെല്ലാവരും ഉണ്ടാവും, കാണാനൊക്കെ ഉണ്ടാവുന്നില്ല. അപ്പോൾ പടത്തിലെ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. ഈ പറഞ്ഞ നല്ലൊരു ടെക്നിക്കൽ ക്രൂ, എഡിറ്റർ ആയാലും കോസ്റ്റ്യൂമർ ആയാലും ക്യാമറാമാൻ ആയാലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എവ്രിബഡി ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആക്ടേഴ്സിന് ഒക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സിനിമ പ്രതീക്ഷിക്കുന്നുണ്ട് ഗെറ്റ്സ് ആൻഡ് ബേബി. ഇനി ഓഡിയൻസ് കണ്ടിഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നോക്കുമ്പോൾ അതിൽ ആ ഒരു പോസ്റ്ററിലൊക്കെ അവിടെ ഇവിടെയായിട്ട് കുറെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് കുഞ്ഞു മക്കൾക്കാണെങ്കിലും ധൈര്യമായിട്ട് വന്നിരുന്ന് കാണാൻ സിനിമയാണെന്ന് തോന്നുന്നു. ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് നിങ്ങൾക്ക് എന്തായാലും ഇനി അതിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല നല്ല കാര്യങ്ങളായിരിക്കും ഇനി അടുത്ത സിനിമ വരാൻ പോവാണ് അല്ലേ? അപ്പോൾ കുറേ മുന്നോട്ട് പോകുന്ന പ്രോജക്ട്സും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് പുതിയ പ്രോജക്ട്സ് പറയും? ഞാൻ ഇനി കേരള ക്രൈം ഫയൽസിൻ്റെ സീസൺ 2 ചെയ്തിട്ടുണ്ട്. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ നേരറിയും നേരത്ത് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയും ഇത് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. പ്രോബബ്ലി പെട്ടെന്ന് റിലീസ് ആവും എന്ന് വിചാരിക്കണം. തമിഴ് ആക്ച്വലി അത് തൂത്തുക്കുടി സ്ലാങ് ആയിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, തൂത്തുക്കുടി സ്ലാങ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരുവിധം ഡയലോഗ് തന്നാൽ നോക്കി വായിച്ച് പറയാൻ അറിയാം എന്നതൊഴിച്ചാൽ വലിയ തൂത്തുക്കുടി സ്ലാങ് ആക്ച്വലി എൻറ്റർലി ഡിഫറെൻ്റ് ആണ് എന്ന് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, എനിക്ക് ഒരുപാട് വലിയ ക്യാരക്ടറല്ല, ഒരു കുഞ്ഞു ക്യാരക്ടറാണ്. ഞാൻ ആക്ച്വലി GV പ്രകാശ് സാറിൻ്റെ ഒരു ഭയങ്കര ഫാനാണ്.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഓക്കെ ലെറ്റ് മീ ട്രൈ ഇറ്റ് അങ്ങനെ വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കുഞ്ഞു ക്യാരക്ടറാണ്. അപ്പോൾ കുറച്ച് ഡയലോഗൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ അവരോട് ഇല്ല ഈസി ആയിട്ട് പറഞ്ഞോ ഇറ്റ്സ് ഓക്കെ, അങ്ങനെ കുറച്ചൊരു സ്പേസ് തരുന്ന പോലത്തെ ഒരു വർക്ക് സ്പേസ് ആയിരുന്നു. ഓക്കെ, നിഖിലിലേക്ക് വരുമ്പോൾ പറയൂ എന്തൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്? റിലീസിന് ഒരു 3-4 പ്രോജക്ട്സ് ഉണ്ട്. പക്ഷെ പതുക്കെ റിലീസ് ആവുള്ളൂ. പെട്ടെന്ന് ഇനി ഇപ്പം എല്ലാം കൂടെ അടുത്ത വർഷം ഒരുമിച്ച് ഒരാഴ്ച അങ്ങോട്ട് റിലീസ് ആവും. ഇതൊന്നും മാത്രമേ പണിയുള്ളൂ. പക്ഷെ ഞാൻ കുറച്ച് സമയമായി. അണലി എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ഉണ്ട്, ഐസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ഉണ്ട്, പിന്നെ മുരളി ഗോപി ചേട്ടൻ എഴുതുന്ന GN കൃഷ്ണകുമാർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയിലൊരു അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. തമിഴിലൊരു പ്രോജക്റ്റ് ചെയ്യാൻ പ്ലാനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പെണ്ണ് കേസ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് അടുത്ത് തുടങ്ങാൻ പോകുന്ന സിനിമ. അപ്പൊ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. ചേട്ടനിലേക്ക് വരും. റിലീസ് ആവും. ബാക്കി ലാംഗ്വേജ് പറയാക്കിട്. തമിഴിലൊരു പ്രോജക്റ്റ് ഇപ്പോ യോഗി ബാബു സാറിന്റെ ഫിലിമാണ് നല്ല നേരം എന്ന് പറഞ്ഞിട്ട്, അതും ഡബിംഗ് എല്ലാം കഴിഞ്ഞു. ഹിന്ദിയിലൊരു വെബ് സീരീസ് ആണ് നെറ്റ്ഫ്ലിക്സിൽ, അത് ഇപ്പൊ ട്രെയിലർ ഒക്കെ വന്നത് അല്ലേ? അത് ഹിന്ദി സീരീസ് ആണ്. പിന്നെ ലാലേട്ടൊപ്പം ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, ഈ തുടരും എന്ന് പറഞ്ഞാൽ. തന്നെയാണ് ഇപ്പൊ 1-2 പ്രോജക്ട് ഷൂട്ട് തുടങ്ങാൻ പോകുന്നുള്ളൂ മലയാളം. ഞാൻ ഈ അതർ ലാംഗ്വേജ് ആയിട്ട് ഇങ്ങനെ ഒന്ന് യാത്രയിലായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരാം. വരുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ചില എന്തായാലും ചെറിയ ചെറിയ ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. നല്ല പശു ഉമ്മയ്ക്കാവുന്നതാണ് എനിക്ക് ഓർമ്മയുള്ള പറഞ്ഞോളൂ. അല്ല, ഞങ്ങൾക്ക് ഒരു ഫാം പോലത്തെ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ സൈഡിലും ഇപ്പുറത്തെ സൈഡിൽ നിഖില, അതിൻ്റെ അപ്പുറത്ത് ആക്ച്വലി അവിടെ പശുക്കളെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നിഖിലൊട്ടും ആനിമൽ ഫ്രണ്ട്ലി അല്ല എന്ന് വെച്ചാൽ പേടിയുണ്ട്. അപ്പോ ഞങ്ങള് അതെ, ഒരകലത്തിൽ ഓക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആണെങ്കിലും എന്റെ ശ്രദ്ധ മുഴുവൻ അനങ്ങിയാലും നമ്മൾക്ക് പേടിയാണ്. ഇത് വളരെ അടുത്ത് കൂടെയാണ് നടക്കുന്നത്. പിന്നെ നമുക്ക് ക്യാമറ ഉണ്ടല്ലോ, ക്യാമറ വരുന്നതിനനുസരിച്ച് നമ്മുടെ മൂവ്മെന്റ്സ് കുറച്ചും കൂടെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാനിങ്ങനെ സംസാരിച്ച് നടക്കുന്നത് അപ്പൊ ഞാൻ കേട്ടി. അപ്പം ഞാനിങ്ങനെ അവളോട് സംസാരിക്കുന്നുണ്ട്, കുറച്ച് ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്നൊരു അലർച്ച. അപ്പൊ നോക്കിയപ്പോ ഒരു പശു എന്റെ മുഖം ഇങ്ങനെ അടുത്തേക്ക് വരികയാണ്. ഓ ശരി. അത് എനിക്ക് എന്തോ ഒരു തോന്നലുണ്ടായിരുന്നത് വരുമോ. അപ്പം പകുതി പറയുകയാണെങ്കിൽ ഇവിടെയാണ്. അതായത് അവൾ ആക്ച്വലി ശ്രദ്ധിച്ചിരുന്നത് ഫുള്ളും മുന്നോട്ട് വന്നു ഒരു വരവ്. അല്ലൊരു പശു മറ്റേ ശ്വാസം അതവർക്ക് തട്ടി. ഓഫ് കോഴ്സ് ഞങ്ങൾ വീണ്ടും ചെയ്തു. പിന്നെ അതിനെ കുറിച്ചായിരുന്നു തോന്നുന്നല്ലേ, ആനിമൽസിനെ ഇതാക്കും. പിന്നെ അതിനെ കുറച്ച് മാറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ സിനിമയ്ക്ക് ശേഷം എനിക്ക് കുറച്ചും കൂടി ഭേദമായിട്ടുണ്ടോ പേടി? കുറച്ചും കൂടെ ഞാൻ ഇങ്ങനെ, അതായത് ഇതിലത്തെ ഡോഗ്, ഈ ഡോഗ് ത്രൂ ഔട്ട് ഉണ്ട് ആക്ച്വലി. പക്ഷെ ഈ ഡോഗിന്റെ ഈ ഒരു അവസ്ഥയിലായിരുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഞാനങ്ങനെ തൊടാറൊന്നുമില്ല. എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് അപ്പൊ എനിക്കിതിനെ എങ്ങനെ ലാളിക്കണം എന്നൊന്നും അറിയില്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇവിടെ തൊട്ടാൽ മതി, ഇവിടെ തൊട്ടാലൊക്കെ അനങ്ങാതിരുന്നോളൂ എന്ന് പറഞ്ഞ പിന്നെ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള പട്ടിനെ കാണുമ്പോൾ പതുക്കെ രണ്ട് കൈയും കാലും ഒക്കെ പിടിച്ചേക്കണേ ഞാൻ ഇങ്ങനെ തൊടട്ടെ എന്ന് ചോദിക്കാറുണ്ട്. അത്രയും ഇഷ്ടമല്ലാത്തോണ്ടല്ല, പേടിയായിട്ടുണ്ട്. അതെ, അതിന്റെ ഒരു കാലം ഉണ്ണി പിടിച്ചിരിക്കുക കണ്ടോ. എനിക്കങ്ങനെ, അതുകൊണ്ട് ഇപ്പം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ പേടിയാണ്, ഭയങ്കര പേടിയാണ്. ഞാനും ഈ കാറ്റഗറിയിൽ ഇഷ്ടമാണ്, പക്ഷെ പേടിയാണ് അറ്റ് ദ സെയിം ടൈം. അപ്പൊ ഞാനിങ്ങനെ എനിക്കിപ്പോൾ ആരെങ്കിലും കയ്യിൽ മൊത്തം അതിനെ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അത് അനങ്ങില്ല എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ എനിക്കിങ്ങനെ തൊടാനൊക്കെ ഇഷ്ടമായി. ബാക്കപ്പിന് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പട്ടീനെ, ഉണ്ണി നല്ല പെറ്റ് ഫ്രണ്ട്ലി ആണല്ലോ, അനിമൽ ഫ്രണ്ട്ലിയാ ഭയങ്കര. അപ്പൊ ഉണ്ണിയുടെ ധൈര്യത്തിലാണ് അവൾ അതിനെ ഞാൻ ഈ ഡോഗിനെ എടുത്ത ദിവസം എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഓ ഞാൻ തൊട്ടു. അച്ചീവ്മെന്റ്. അങ്ങനെ അടിപൊളി. അപ്പൊ എന്തായാലും ഒരു കുഞ്ഞു സെഗ്മെന്റ് കൂടെ, ഒരു 5 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ്, റാപ്പിഡ് ഫയർ ആണ്, കുറച്ച് ക്വസ്റ്റ്യൻസ്. സോ ഏതെങ്കിലും ഇന്റർവ്യൂസിൽ കള്ളം പറഞ്ഞിട്ടുണ്ടോ? യെസ് ഓർ നോ? യെസ്. യെസ്. നോ. യെസ്.
അടുത്തത് ഏതെങ്കിലും ഫിലിം ചെയ്തിട്ട് അയ്യോ അത് ചെയ്യേണ്ടിയിരുന്നില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നോ. ഇല്ല ഇല്ല. ഏതെങ്കിലും ക്യാരക്ടർ കണ്ടിട്ട് ആ ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു, ഞാനത് എനിക്കും ചെയ്യാൻ പറ്റുമായിരുന്നു ഭംഗിയായിട്ട്, അസലായിട്ട് ചെയ്തേനെ, അങ്ങനെ ഡസന്റ് മീൻ ദാറ്റ് അവര് മോശമായി ചെയ്തു എന്നല്ല, പക്ഷെ ചെയ്യായിരുന്നു തോന്നിയിട്ടുണ്ട്. യെസ്, തോന്നിയിട്ടുണ്ട്. ഓക്കെ. ഇനി ആർക്കെങ്കിലും കോൺടാക്ട് നമ്പർ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? യെസ് ഉണ്ട്. യെസ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തായാലും ഫെബ്രുവരി 21-ാം തീയതി അതെ ഗെറ്റ് സെറ്റ് ബേബി തിയേറ്റർ റിലീസ് ആവാൻ പോവാണ്. യെസ്. അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഭംഗിയായിട്ട് തന്നെ വരട്ടെ. ഇനിയും നിങ്ങൾ വരാനിരിക്കുന്ന പ്രോജക്ട്സ് എല്ലാം അടിപൊളിയാവട്ടെ. ആൻഡ് നല്ലൊരു സമയം നിങ്ങൾ എല്ലാവരോടും ചിലവഴിക്കാൻ പറ്റി. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.